പഞ്ചാബികളുടെ ഈ ഒരു പടയോട്ടത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് നിഖിൽ പ്രഭു ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു താരത്തിനെ സ്വന്തമാക്കാനുള്ള അവസരം നമ്മൾ കൊണ്ട് തൊലച്ച് കളഞ്ഞത് വെറും വളരെ വലിയൊരു തുകയാണ്. പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ കോണ്ടക്സ്റ്റിലെ ട്രാൻസ്ഫർ മാർക്കറ്റ് സൂചികകൾ വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കൊടുത്ത യാതൊരു നഷ്ടവും ഇല്ലാത്ത തുകകൾക്കാണ് നമ്മൾ നിഖിൽ പ്രഭുവിനെ തൊലച്ച് കളഞ്ഞത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് കുറച്ച് നാൾ മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് 80 ലക്ഷം രൂപ ട്രാൻസ്ഫർ ഫീസായിട്ട് കൊടുത്ത് നിഖിൽ പ്രഭുവിനെ പഞ്ചാബ് എഫ്സിയിൽ നിന്നും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു എന്ന് റജിൻ ടി ജെയ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പഞ്ചാബ് എഫ് സി കുറച്ചുകൂടി ഉയർന്ന പ്രതിഫലം തന്നാൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന ട്രാൻസ്ഫർ ഫീസ് തന്നാൽ മാത്രമേ ഞങ്ങൾ നിഖിൽ പ്രഭുവിനെ തരുള്ളൂ, അല്ലാതെ 80 ലക്ഷം രൂപയ്ക്ക് നിഖിലിനെ തരില്ല എന്നുള്ള തീരുമാനം എടുത്തപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നീട് അതിന്മേൽ ചർച്ചകൾക്ക് പോയില്ല. 80 ലക്ഷം എന്നൊരൊറ്റ ഓഫറിൽ നിഖിൽ പ്രഭുവിനെ സ്വന്തമാക്കാനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കങ്ങൾ ഒടുങ്ങിപ്പോവുകയായിരുന്നു. ജിക്സൺ സിംഗ് പ്രണയത്തിന് വേണ്ടി 3.5 കോടിയോളം ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് വെറും 80 ലക്ഷം രൂപ മാത്രമേ നിഖിൽ പ്രഭുവിന് വേണ്ടി ചെലവാക്കാൻ മനസ്സുള്ളായിരുന്നു എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുന്നുണ്ട്. ജിക്സന് എന്തുകൊണ്ടും മികച്ചൊരു റീപ്ലേസ്മെന്റ് ആവുമായിരുന്നു നിഖിൽ പ്രഭു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പഞ്ചാബിന്റെ ഈ സീസണിലെ പടയോട്ടത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് നിഖിൽ പ്രഭുവാണ്. അബ്സല്യൂട്ട്ലി ദ മോസ്റ്റ് ഇംപ്രൂവ്ഡ് ഇന്ത്യൻ പ്ലെയർ നിഖിൽ പ്രഭു ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇന്റർസെപ്ഷനുകളുടെ കാര്യത്തിൽ ഈ ഒരു മാച്ച് വീക്ക് നമ്പർ 2 കടക്കുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നിഖിൽ പ്രഭു ആണ്. നമ്മൾ വിട്ട് കളഞ്ഞത് ഒരു വജ്രായുധത്തിനെയാണ് എന്നുള്ളത് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല.